മഹാഭാരതം ഒരു ഇതിഹാസമാണ്. ക്ഷത്രിയ വംശത്തിൻ്റെ കഥയാണ്, ചരിത്രമാണ് മഹാഭാരതം. ഈ 8 പുത്രന്മാരും രാജഋഷി പദത്തിന് അർഹരല്ല എന്ന് കണ്ടുകൊണ്ട് ഈ അമ്മമാര് തന്നെ ആ കുട്ടികളെ വധിക്കുകയാണ് ചെയ്യുന്നത്. അധർമ്മമാണെങ്കിൽ ആരെയാണെങ്കിലും എതിർക്കുക എന്നുള്ളതാണ് ധർമ്മം. മോളുടെ ഈ വേഷഭൂഷാദികളും ഇതും ഒക്കെ ഒരു അഭിനയമാണ്. നമസ്കാരം മാതാജി. നമസ്തേ. മഹാഭാരതം രചിച്ച വേദവ്യാസ ഭഗവാന്റെ ഉദ്ദേശം എന്തായിരുന്നു? സത്യത്തിൽ ഈ മഹാഭാരതം എന്നുള്ള ഇത്ര വലിയൊരു കൃതി രചിച്ചപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം? മഹാഭാരതം ഒരു ഇതിഹാസമാണ്. അതെ, ഇതിഹാസം എന്നാൽ ചരിത്രം എന്നാണ് അർത്ഥം. നമ്മൾ ധാരാളം ചരിത്ര പുരുഷന്മാരെ കുറിച്ച് ഒക്കെ നമ്മൾ സ്കൂളിൽ ഹിസ്റ്ററിയിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ചരിത്രം, ആ ചരിത്രം എന്നത്, ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നു, ഒരു സന്യാസിയാണ്. നിങ്ങളുടെ ദൃഷ്ടിയിൽ ഞാനൊരു സന്യാസിയാണ്. സന്യാസിക്ക് വേണ്ടതായിട്ടുള്ള വേഷഭൂഷാദികളുണ്ട്, സംസാരം അതുപോലെയുണ്ട്. പക്ഷേ നമ്മുടെ ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന, ഇപ്പം നിങ്ങളിവിടെ വന്നിരിക്കുന്നുണ്ട്, മോളുടെ ഈ വേഷഭൂഷാദികളും ഇതും ഒക്കെ ഒരു അഭിനയമാണ്. ഈ ജാഗ്രത്തിൽ കാണുന്ന നമ്മുടെ എല്ലാം തന്നെ ഒരു അഭിനയമാണ്. ഇതിനപ്പുറത്തൊരു ഞാനുണ്ട്, ഇതിനപ്പുറത്തൊരു മോളുണ്ട്. അത് എനിക്ക് മാത്രം അറിയാവുന്ന എൻ്റെ ചില സ്വഭാവ വിശേഷങ്ങളുണ്ട്. അതിൽ ചിലപ്പോൾ ഞാൻ ഒരു കള്ളിയായിരിക്കാം, മറ്റുള്ളവരെ പറ്റിക്കണമെന്നുള്ളതായിരിക്കാം, ധനമോഹിയായിരിക്കാം, എന്തെല്ലാം ഉണ്ടോ അതൊക്കെ എനിക്ക് മാത്രം അറിയാവുന്ന. അപ്പോൾ അത് എവിടെ നിന്ന് വരുന്നു? ഓരോ മനുഷ്യനും 84 ലക്ഷത്തോളം ജന്മങ്ങൾ എടുത്ത ശേഷമാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. അപ്പോൾ ഈ 84 ലക്ഷം ജന്മങ്ങൾ, അതിൽ കുറേ ജന്മങ്ങൾ നമ്മൾ ആവർത്തിച്ചിട്ടുണ്ടാവാം. കാരണം എനിക്ക് ഇപ്പോൾ എൻ്റെ ഈ ജന്മത്തിൽ എനിക്ക് മോക്ഷം കിട്ടിയില്ല എങ്കിൽ, സന്യാസിയായിട്ടുള്ള ജീവിതത്തിൽ എനിക്ക് രുചി കൂടുമെങ്കിൽ, അതിനോടുള്ള ആ ഒരു പ്രിയം എനിക്ക് കൂടുമെങ്കിൽ വീണ്ടും ഞാനിതുപോലെ ആവർത്തിക്കും. അപ്പോൾ അത് 84 ലക്ഷത്തിലപ്പുറം വരും. അപ്പോൾ ഒരു മനുഷ്യൻ ജനന മരണം എന്ന് പറയുമ്പോൾ 84 ലക്ഷം തവണ നമ്മൾ ജനിക്കുന്നു എന്നാണ്. 84 തരത്തിലുള്ള ജന്മം നമ്മൾ എടുക്കുന്നു. പൂവായിട്ടും പുല്ലായിട്ടും പുഴുവായിട്ടും അങ്ങനെ പല. അപ്പം അതിൽ ഒരു പൂമ്പാറ്റയായിട്ടുള്ള ജന്മം എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നെങ്കിൽ ആ പ്രിയത്തിനനുസരിച്ച് അത് വീണ്ടും എടുക്കും ഞാൻ. അപ്പോൾ 84 കൂടും. അപ്പോൾ അതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന ഓരോ ജന്മത്തിൻ്റെയും കർമ്മം അവശേഷിപ്പിച്ച സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മിൽ വാസനകളുണ്ടാവും. ആ വാസനകളെയും പേറിയിട്ടാണ് നമ്മൾ വരുന്നത്, നമുക്കറിയാം. അപ്പോൾ ആ വാസനകളെല്ലാം തന്നെ ഏത് തരത്തിൽ വസ്ത്രം അഴിച്ചു കളയുന്നത് പോലെ ആ കർമ്മത്തിൻ്റെ ബന്ധനം ഓരോന്നും അഴിച്ചു കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരോ ജന്മങ്ങൾ എടുക്കുന്നത്. അപ്പം നാം ഒരു ചരിത്രം, ഒരു ഇതിഹാസം എഴുതുമ്പോൾ ആ ഇതിഹാസം എഴുതുന്ന ആള് തൻ്റെ തന്നെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് അതിൻ്റെ വിവിധ തലങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട്, ഏതുപോലെയാണോ രാജസൂയത്തിൽ കുതിരകളെ തെളിച്ച് ഓരോരോ രാജ്യങ്ങളെയും കൈയടക്കി പോരുന്നത് എന്നതുപോലെ തൻ്റെ മനോകാമനയാകുന്ന ആ കുതിരപ്പുറത്ത് കയറി ആ രഥത്തിൽ തൻ്റെ മനസ്സാകുന്ന രഥം കൊണ്ട് കാമനയാകുന്ന രാജ്യങ്ങളെ മുഴുവനും അറിഞ്ഞ് കീഴടക്കി അതിൻ്റെ അധിപതിയാകുമ്പോഴാണ് ഒരാൾ ക്ഷത്രിയനാകുന്നത്, രാജഋഷിയാകുന്നത്. അപ്പം ക്ഷത്രിയാത് പരം നാസ്തി എന്ന് ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ക്ഷത്രിയ വംശത്തിൻ്റെ കഥയാണ്, ചരിത്രമാണ് മഹാഭാരതം. അത് എഴുതുന്നത് വേദവ്യാസ ഭഗവാനാണ്. അപ്പോൾ തൻ്റെ തന്നെ സ്വത്വത്തിലേക്കുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് മഹാഭാരതം വേദവ്യാസ ഭഗവാന്റെ കുണ്ടലിനി ശക്തിയിൽ ഉണർന്ന് അത് പുഷ്പിച്ച് തളിരിട്ട് പല 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 ദളങ്ങളായി ശ്ലോകങ്ങളായി നമ്മുടെ മുന്നിൽ അവതരിക്കുന്നത്.
അപ്പം ക്ഷത്രിയാത് പരം നാസ്തി, ക്ഷത്രിയനിൽ കൂടുതലായിട്ട് ആരും ഇല്ല, ഉയർന്ന തലത്തിൽ ആരും ഇല്ല എന്നാ പറയുന്നത്. വേദവ്യാസ ഭഗവാൻ തൻ്റെ മകനായിരുന്ന ശ്രീശുക ബ്രഹ്മർഷിയെ വിദ്യാഭ്യാസത്തിനായിട്ട് അയക്കുന്നത് രാജർഷിയായ ജനക മഹാരാജാവിൻ്റെ അടുത്താണ്. അപ്പൊ രാജഋഷികള് രാജസൂയം നടത്തി രാജഋഷി പദം നേടിയിട്ടുള്ള ആൾ ബ്രാഹ്മണനേക്കാളും മുകളിലാണ്. അപ്പൊ അങ്ങനെ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് വേദവ്യാസ ഭഗവാൻ ഈ മഹാഭാരതം രചിക്കുന്നത്. അതിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ കഠോപനിഷത്തിൽ പറയുന്നത് പോലെ ശന്തനു മഹാരാജാവ് ഭീഷ്മരോട് പറയുന്നതായിട്ട് നമുക്ക് കാണാം. ശന്തനു മഹാരാജാവ് വിഷാദപ്പെട്ടിരിക്കുമ്പോൾ ഭീഷ്മര് ചോദിക്കുന്നു, അച്ഛൻ്റെ ദുഃഖത്തിന് കാരണം എന്താണെന്ന്. അപ്പോൾ കാളി അഥവാ സത്യവതിയെ കണ്ടിട്ട് ആ സത്യവതിയോടുള്ള സ്നേഹം മൂലം, സത്യവതിയോടുള്ള ആ ഒരു മോഹം മൂലമാണ് ഞാൻ ദുഃഖിച്ചിരിക്കുന്നത് എന്നല്ല പറയുന്നത്. മകനെ, നീ എനിക്ക് ഒറ്റ പുത്രനാണ്, നീ ബലവാനും വിവേകശാലിയും ധീഷണാശീലനുമാണ്. ഒരു യുദ്ധത്തിൽ നീ മരിച്ചു പോയാൽ എൻ്റെ രാജ്യം അനാഥമാകും. അതാണ് എന്നെ ദുഃഖിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? എനിക്കൊരു പുത്രനും കൂടി വേണമെന്നാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ഓരോ മനുഷ്യരുടെയും സ്വാർത്ഥത. നമുക്ക് മഹാഭാരതം തുടങ്ങുന്നത് തന്നെ ശന്തനു മഹാരാജാവിൻ്റെ കഥയിലൂടെയാണ് നാം അറിയുന്നത്. അപ്പോൾ മഹാഭാരതം എന്ന ഭാരതം എന്ന പേര് ഭരതൻ എന്ന ചക്രവർത്തിയുടേതിൽ നിന്നാണ് വരുന്നത്. ഭരതന് 8 ഭാര്യമാരായിരുന്നു. 8 ഭാര്യമാരിൽ 8 പുത്രന്മാരും ഉണ്ടായിരുന്നു. ഈ 8 പുത്രന്മാരും രാജഋഷി പദത്തിന് അർഹരല്ല എന്ന് കണ്ടുകൊണ്ട് ഈ അമ്മമാര് തന്നെ ആ കുട്ടികളെ വധിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പ്രജകളിൽ തന്നെ ഉള്ള ഒരാളായിട്ടുള്ള ദ്യുമന്യുവിനെ ഭരതൻ രാജാവായിട്ട് വാഴിക്കുന്നു. അപ്പൊ ഭരതനല്ല മക്കളെ കൊന്നത്, അമ്മമാര് തന്നെയാണ്. അതായത് കുപുത്രന്മാരെ വാഴിക്കാൻ പാടില്ല എന്ന് മഹാഭാരതം തുടക്കത്തിലെ കാണിച്ചു തന്നിട്ടും അതാണ് അവിടെ ധർമ്മമായിട്ട് ഒരമ്മ സ്വന്തം കുഞ്ഞിനെ വിതുരര് ധൃതരാഷ്ട്രരോട് പറയുന്നുണ്ട് ദുര്യോധനനെ വധിക്കാനായിട്ട്. അത് അനുവദിക്കുന്നില്ല. ആ ഒരു ദുര്യോധനനോടുള്ള മമത്വം കൊണ്ട്. അത് ഉണ്ടായിരുന്നുവെങ്കിൽ ഹസ്തിനാപുരം അങ്ങനെ ഛിന്നഭിന്നമായി പോകുമായിരുന്നില്ല. പക്ഷേ ഇവിടെ ഭരതന്റെ 8 ഭാര്യമാരും മക്കൾ രാജർഷി പദത്തിന് യോഗ്യരല്ലെന്നും കുപുത്രന്മാരാണെന്ന് അറിഞ്ഞുകൊണ്ട് 8 പേരെയും വധിക്കുന്നു. എന്നിട്ട് പ്രജകളിൽ ഉള്ള ഒരാളെ, നമ്മുടെ വേദം പറയും പ്രജാതന്തും മാവ്യവച്ഛേത്സി, ആ പ്രജകളെ ഉൽപ്പാദിപ്പിച്ച് ധാരാളം ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പൊ പ്രജകളിൽ നിന്നുള്ള ഒരാളെയാണ് ദ്യുമന്യുവിനെയാണ് രാജാവായിട്ട് വാഴിക്കുന്നത്. അപ്പൊ തുടക്കത്തിൽ തന്നെ എങ്ങനെയാണ് ധർമ്മത്തിന്റെ ആ ഒരു നൈരന്തര്യം എങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകണം എന്നെല്ലാം വേദവ്യാസ മഹർഷി നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് തന്നെയാണ് ഈ അധർമ്മത്തിന്റെ കഥ നമ്മിലേക്ക് എത്തിച്ചു തരുന്നത്. തീർച്ചയായിട്ടും അതാണ് മഹാഭാരതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മഹാഭാരതം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് അതിലുള്ള ഇപ്പോഴും കോൺഫ്ലിക്റ്റുകൾ നിറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഭഗവത്ഗീതയുടെ കാര്യം പറയുന്ന പോലെ ഭഗവത്ഗീത ആർക്കാണ് ഉപദേശിച്ചത്? മഹാനായ അർജുനനാണ് ഉപദേശിച്ചത്. കാരണം ആർക്കാണ് വിശ്വരൂപം കാണിച്ചു കൊടുത്തത്? അതും അർജുനന് തന്നെയാണ് കാണിച്ചു കൊടുത്തത്. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനാണ് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഉത്തരം അതിലുണ്ട്. കാരണം അത് സ്വീകരിക്കാൻ പ്രാപ്തനാണ്, ഉൾക്കൊള്ളാൻ കഴിയണം. പരിപൂർണമായിട്ടും. പാത്രമറിഞ്ഞ ഭിക്ഷ ഗോത്രമറിഞ്ഞ പെണ്ണ് എന്ന് പറയും. അതുപോലെ ഇവിടെ ശന്തനു മഹാരാജാവിനെ തൻ്റെ ആ അനാവശ്യ ആഗ്രഹങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് സദ്ഗതിയിലേക്ക് നയിക്കേണ്ടതാണ്. അത് ചെയ്യാതെ അച്ഛൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു കുട്ടി പോയി. നചികേതസിന്റെ കഥ കഠോപനിഷത്തിൽ കാണുന്നു. അച്ഛൻ ഉപനയനത്തിന്റെ സമയത്ത് സർവ്വവും ത്യജിക്കണം എന്നാ പറയാ. അപ്പൊ തൻ്റെ കയ്യിലുള്ള എല്ലാം തന്നെ ഭാര്യയുടെയും മകന്റെയും സ്വത്താക്കി മാറ്റിയതിനു ശേഷം തൻ്റെ കയ്യിലുള്ള കുറച്ച് കാലൊടിഞ്ഞ പശുക്കളെയും കുതിരകളെയും ദാനം ചെയ്യുന്നു. ഇത് കണ്ട് അതിൻ്റെ അധർമ്മത്തെ മനസ്സിലാക്കിയ നചികേതസ് ചോദിക്കുകയാണ്, അച്ഛാ, ഞാൻ അച്ഛൻ്റെ സ്വത്തല്ലേ, എന്നെ ആർക്കാണ് കൊടുക്കുന്നതെന്ന്. 2-3 പ്രാവശ്യം ചോദിച്ചു കഴിയുമ്പോഴാണ് അച്ഛൻ ഉത്തരം പറയുന്നത്, നിന്നെ മൃത്യുവിന് കൊടുക്കും, നിന്നെ യമനു കൊടുക്കും. അതിൻ്റെ അർത്ഥം നിന്നെ പഠിപ്പിക്കും. ആചാര്യോ മൃത്യു,
മൃത്യു ആചാര്യനാണ്. കാരണം നമ്മുടെ പൂർവ്വ സംസ്കാരങ്ങളെയെല്ലാം ഇല്ലാതെയാക്കി നമ്മെ ഒരു പുതിയ ജീവനാക്കിയിട്ട് പുതിയ ഒരു തലത്തിലേക്ക് ഉയർത്തുകയാണ് ഗുരു ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആചാര്യോ മൃത്യു, നിന്നെ മൃത്യുവിലേക്ക് കൊടുക്കും. അങ്ങനെ മൃത്യുവിൻ്റെ അടുത്ത് പോയി തിരിച്ചു വരുന്ന നചികേതസ് അച്ഛനെ സദ്ഗതിയിലേക്ക് നയിക്കുന്നു. ഇവിടെ ഭീഷ്മര് ചെയ്തത് എന്താ? അപ്പോൾ ഭീഷ്മർക്ക് വേണ്ടി ശരശയ്യ ഒരുങ്ങിയതിൽ അത്ഭുതപ്പെടാനില്ല. അതെ, അത് അധർമ്മം പ്രവർത്തിക്കുന്നത് സ്വന്തം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മകനാണെങ്കിലും അല്ലെ, സ്വന്തം രക്തമാണെങ്കിലും എതിർക്കാനുള്ള ഒരു എതിർക്കുക എന്നുള്ളത് അധർമ്മമാണെങ്കിൽ ആരെയാണെങ്കിലും എതിർക്കുക എന്നുള്ളതാണ് ധർമ്മം. അതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യം. അതെ. നമസ്കാരം. നമസ്തേ.